കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. 13-കാരനെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച അമ്മയുടെ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വട്ടുകുളം കല്ലൂപ്പറമ്പിൽ 33 വയസ്സുള്ള വിപിനാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. ഏരൂർ കരിമ്പിൻകോണം വരിക്കോലിൽ പുത്തൻ വീട്ടിൽ കാർത്തിക്കിനെയാണ് മാതാവും ആൺസുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് ഭാഷ്യം ഇങ്ങനെ: കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ കരിമ്പിൻകോണത്തുള്ള വീട്ടിൽ കിടക്കുന്നതിനായി മാതാവിന്റെ അച്ഛനൊപ്പം കാർത്തിക് എത്തിയിരുന്നു. വെള്ളം കുടിക്കുന്നതിനായി വീടിനകത്തേക്ക് കയറിയ കാർത്തിക്കിനെ വിപിൻ തല്ലുകയായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും തല്ലി. ശബ്ദം കേട്ട് ഓടിയെത്തിയ മാതാവിന്റെ അച്ഛനെയും ഇയാൾ മർദ്ദിച്ചു. ഇതിനിടയിൽ കാർത്തിക്കിനെ വീടിന് പുറത്താക്കിയ വിപിൻ കതകടയ്ക്കുകയും അപ്പൂപ്പനെ വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു. മാതാവും ചേർന്നാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കാർത്തിക് പറയുന്നു. ഞാനും പപ്പച്ചും കൂടെ പോയപ്പോഴാണെങ്കിൽ അവിടെ ഞങ്ങൾ തിന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണെങ്കിൽ പപ്പച്ചി പറഞ്ഞ് വായെടുത്തോണ്ട് നമുക്ക് കിടക്കാന്ന് പറഞ്ഞു. വായെടുത്തോണ്ട് വന്ന് വാവിരിച്ചപ്പോഴാണെങ്കിൽ ഞാൻ പപ്പച്ചടുത്ത് പറഞ്ഞ് പപ്പച്ചി വാ കിടക്കാന്ന്. അപ്പച്ചറിഞ്ഞ് വരാന്ന്. അങ്ങനെ ഞാൻ അടുത്തോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോഴാണെങ്കിൽ അമ്മ രണ്ടാം ഭർത്താവാണെങ്കിൽ വെറുതെ ഇട്ട് എന്നെ അങ്ങ് അടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ അടിക്കുന്നതെന്ന്. ഒന്നും പറയാതെ പിന്നെ ഇട്ടങ്ങ് അടിച്ചു. അപ്പഴത്തേക്ക് പപ്പച്ചി കയറി വന്നപ്പോ എല്ലാരും കൂടെ പപ്പച്ചിയെ പിടിച്ചു വെച്ച് എല്ലാരും കൂടെ അടിക്കുക. ഞാൻ പിന്നെ പിടിച്ചു മാറ്റിയപ്പോഴത്തേക്കാണെങ്കിൽ എന്നെ പിടിച്ച് തലയൊക്കെ കയറി വിത്തി പിടിച്ച് അടിക്കുക എല്ലാരും കൂടെ, അമ്മയല്ലേ കടിക്കുക എല്ലാം കൂടെ ചെയ്ത്. അങ്ങനെ ആണെങ്കിൽ ഞാൻ പപ്പച്ചിയെ പിന്നെയും പിടിച്ചു മാറ്റി. അപ്പോഴത്തേക്കാണെങ്കിൽ അമ്മയുടെ രണ്ടാം ഭർത്താവ് എന്നെ പുറത്താക്കിയിട്ട് കതവ് അങ്ങ് അടച്ച്. പപ്പച്ചി അപ്പോഴപ്പോ എല്ലാരും അവിടെ ഇട്ട് അടിക്കുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് കാർത്തിക്കിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശരീരത്ത് അടിയേറ്റ പാടുകളും നിരവധിയുണ്ട്. കാർത്തിക്കിനെ പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മാതാവ് സൗമ്യക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, ഗുരുതരമായി മുറിവേൽപ്പിക്കുക തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ വിപിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത, ഏരൂർ. നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും.